ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഇനിയും ഫലപ്രദമായ സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ദേശീയപാത സംരക്ഷണ സമിതി ശക്തമായ തുടർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. പ്രശ്നപരിഹാരം കാണും വരെ ശക്തമായ തുടർ സമരത്തിലേക്ക് പോകാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. ദേശീയപാത 85 നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറി ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടലുണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഇനിയും ഫലപ്രദമായ സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ദേശീയപാത സംരക്ഷണ സമിതി ശക്തമായ തുടർ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്നലെ ആനച്ചാലിലടക്കം പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അടക്കം പങ്കെടുപ്പിച്ച് യോഗം ചേർന്നിരുന്നു. 3 അംഗ ഒരു റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ തഹസിൽദാർമാരടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ മുഖേന റവന്യൂ സെക്രട്ടറിക്ക് അയച്ച് റവന്യൂ സെക്രട്ടറി അത് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തതാണ്. അദ്ദേഹം കുറിയിട്ട് മടക്കി ഇപ്പോൾ റവന്യൂ സെക്രട്ടറിയുടെ മേശപ്പുറത്തിരിക്കുകയാണ്. റോഡിൻ്റെ പണി നടക്കുന്നില്ല. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ആംബുലൻസൊക്കെ അവിടെ മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ അത്രയ്ക്ക് വലിയ ട്രാഫിക്കുള്ള ഈ റോഡാണ് യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനം നടത്താൻ അനുവദിക്കാതെ ഇപ്പോൾ നിരോധിക്കപ്പെട്ട് കിടക്കുന്നത്. ഈയിടെ നമ്മുടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ യാതൊരു നിർമ്മാണവും അവിടെ നടത്താൻ പാടില്ല, അവിടെ കുഴി അടയ്ക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് EKയ്ക്കും NHAIക്കും ഉത്തരവ് കൊടുക്കുകയുണ്ടായി. പ്രശ്നപരിഹാരം കാണും വരെ ശക്തമായ തുടർ സമരത്തിലേക്ക് പോകാനാണ് ദേശീയപാത സംരക്ഷണ സമിതിയുടെ തീരുമാനം. സമരപ്പന്തൽ തീർത്തുള്ള റിലേ സത്യാഗ്രഹ സമരത്തിനും ചക്രസ്തംഭന വഴി തടയൽ സമരത്തിനുമടക്കം സമിതി രൂപം നൽകിയേക്കുമെന്നാണ് സൂചന. പ്രശ്നപരിഹാരം കാണുന്നതിനായി ഈ മാസം ആദ്യവാരം ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർത്തിരുന്നു. ഈ കൺവെൻഷനിൽ സമിതിക്ക് ലഭിച്ച ഉറപ്പുകൾ പാലിക്കപ്പെടാതെ പോയ സാഹചര്യത്തിൽ കൂടിയാണ് തുടർ സമരത്തിന് കളമൊരുങ്ങുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.